Good morning, friends. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ 32 ആണ്. ഡിപ്രിസിയേഷൻ 32 ഡിപ്രിസിയേഷൻ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഓക്കെ, ഡിപ്രിസിയേഷൻ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ +1 +2 മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. അത് നമ്മൾ CA ഫൗണ്ടേഷൻ അല്ലെങ്കിൽ CMA ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റിലൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് വീണ്ടും അത് പഠിച്ച് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ അത് മുഴുവൻ മറന്നു കളഞ്ഞേക്കാം. ഇൻകം ടാക്സിൽ ആ ഒരു ഡിപ്രിസിയേഷൻ മെത്തേഡ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അതിന്റെ ഒരു ആപ്ലിക്കേഷനും ആവശ്യമില്ല. കാരണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മാച്ചിങ് കോൺസെപ്റ്റ് ഒന്നും ഇവിടെ വർക്ക്ഔട്ട് അല്ല, അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ ഒന്നും ഇവിടെ വർക്ക്ഔട്ട് അല്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന മെത്തേഡ് വളരെ ഡിഫറെന്റ് ആണ്. കാരണം ഇതൊരു ഇൻഡിപെൻഡന്റ് അക്കൗണ്ടിങ് മെത്തേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഇവിടെ ഡിപ്രിസിയേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് മെത്തേഡ് പ്രകാരമാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര വളരെ കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് SLM മെത്തേഡ് ഉണ്ട്, WDV മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ് മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ് ഉണ്ട്, ഒരുപാട് ആനുറ്റി മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് ഇൻകം ടാക്സിലേക്ക് വരുന്ന സമയത്ത് PGBP ഹെഡിൽ അഥവാ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ഹെഡിൽ സെക്ഷൻ 32 നമുക്ക് ഒരൊറ്റ മെത്തേഡേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. WDV മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ പഠിച്ചിട്ടുള്ള റൂളുകൾ ഒന്നും തന്നെ അല്ല ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ടിങ് റൂൾസ് അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ എങ്ങനെ അത് കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ള റൂളുകൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇവിടെ WDV മെത്തേഡ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ ഈ ഒരു പക്ഷേക്ക് ഒരു കാരണമുണ്ട്. ഇവിടെ പവർ ജനറേഷൻ അസസി ആണെങ്കിൽ ആ അസസിക്ക് മാത്രം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡോ അല്ലെങ്കിൽ WDV മെത്തേഡോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്ക് മാത്രം, വേറെ ഒരു അസസിക്കും ഈ ഒരു ഓപ്ഷൻ ഇല്ല. WDV മെത്തേഡോ അല്ലെങ്കിൽ SLM മെത്തേഡോ ചൂസ് ചെയ്യാൻ ആർക്ക് മാത്രം അവകാശമുണ്ട്? പവർ ജനറേഷൻ അസസിക്ക് മാത്രം ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് സെക്ഷൻ 32ലേക്ക് വരാം. സെക്ഷൻ 32 നമ്മൾ പഠിക്കുന്നത് ഡിപ്രിസിയേഷൻ ആണ്. വളരെ കൃത്യമായിട്ട് ഞാൻ ഹെഡിങ് വീണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു. ഡിപ്രിസിയേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് ഇറ്റാലിക് 1 SLM ഡിപ്രിസിയേഷൻ ഫോർ പവർ ജനറേഷൻ അസസി. പവർ ജനറേഷൻ അസസിയുടെ SLM ബേസിസിലുള്ള ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ അവരുടെ അസറ്റുകളുടെ മുകളിൽ SLM ബേസിസിൽ എങ്ങനെ ഡിപ്രിസിയേഷൻ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം എന്നാണ് നമ്മളവിടെ പഠിക്കുന്നത്. സെക്കൻഡ് വൺ, സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് ഇറ്റാലിക് 2 നോർമൽ ഡിപ്രിസിയേഷൻ അഥവാ WDV ഡിപ്രിസിയേഷൻ ഫോർ അതർ അസസീസ് എന്ന് വെച്ചാൽ പവർ ജനറേഷൻ അല്ലാത്ത അസസീസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, അഡീഷണൽ ഡിപ്രിസിയേഷൻ സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് ഇറ്റാലിക് 2. സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് ഇറ്റാലിക് 2 അഡീഷണൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് പവർ ജനറേഷൻ അസസിക്കും ആപ്ലിക്കബിൾ ആണ്, മാനുഫാക്ചറിങ് അസസിക്കും ആപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ചാൽ നോർമലി നിങ്ങൾ ഒരു ഡിപ്രിസിയേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിപ്രിസിയേഷൻ കൂടി ചാർജ് ചെയ്യാം. അതിനെയാണ് നമ്മൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് അവിടെ ഇത് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് ഡിപ്രിസിയേഷൻ എന്താണെന്ന് ഞാൻ ബേസിക് ആയിട്ട് ഒരു ഐഡിയ നിങ്ങളോട് പറഞ്ഞു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. കാരണം നമ്മുടെ പ്രോഫിറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെയും അതുപോലെ തന്നെ ഇൻകം ടാക്സിലെയും പ്രോഫിറ്റ് വളരെ അധികം വ്യത്യാസമുണ്ട്. അഥവാ ഇൻകം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഭയങ്കരമായ വ്യത്യാസം വരാനുള്ള കാരണം, അല്ലെങ്കിൽ വളരെ വ്യത്യാസം വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഡിപ്രിസിയേഷൻ ആണ്. അതിന്റെ കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റ് ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷന്റെ രീതിയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസിലൂടെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ബേസിക് കണ്ടീഷൻ ഫോർ ക്ലൈമിംഗ് ഡിപ്രിസിയേഷൻ. ബേസിക് കണ്ടീഷൻ ഫോർ ക്ലൈമിംഗ് ഡിപ്രിസിയേഷൻ. ഈ കണ്ടീഷൻ ഒക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ കണ്ടീഷൻ, അസസി മസ്റ്റ് ബി ദ ഓണർ, കോ ഓണർ, പാർഷ്യൽ ഓണർ, ഡീംഡ് ഓണർ ഓഫ് ദ അസറ്റ്. ആരൊക്കെയാണ്? അസസി മസ്റ്റ് ബി ദ ഓണർ, കോ ഓണർ, പാർഷ്യൽ ഓണർ ഓഫ് ഡീംഡ് ഓണർ ഓഫ് ദ അസറ്റ്. എന്ന് വെച്ചാൽ അസസി പറയുന്ന പ്രോപ്പർട്ടിയുടെ ഓണർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അസസി പ്രോപ്പർട്ടിയുടെ ഓണർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓണർഷിപ്പിനെ നമ്മൾ 4 സ്പ്ലിറ്റ് ചെയ്തു. അസസി മസ്റ്റ് ബി ദ ഓണർ, കോ ഓണർ, പാർഷ്യൽ ഓണർ, ഡീംഡ് ഓണർ എന്നിങ്ങനെ 4 തരം തിരിച്ചു. ആരാണ് സാറേ ഓണർ? അബ്സല്യൂട്ട് ഓണർ. അബ്സല്യൂട്ട് ഓണർ അയാൾ കൃത്യമായിട്ട് അയാൾ പർച്ചേസ് ചെയ്ത അതിന്റെ ടൈറ്റിലും ഓണർഷിപ്പ് ഒക്കെ ഉള്ള ആളെ നമ്മൾ എന്താന്ന് വിളിക്കും? അബ്സല്യൂട്ട് ഓണർ എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് അറിയാവുന്ന ടോപ്പിക്. രണ്ടാമത് കോ ഓണർ. കോ ഓണർ എന്ന് പറഞ്ഞാൽ ഒരേ പ്രോപ്പർട്ടിയുടെ മുകളിൽ 2 പേർക്ക് അവകാശമുണ്ട്, ലീഗൽ റൈറ്റ് ഉണ്ട്.
അത്തരം ആളുകൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകൾക്ക് ഓണർഷിപ്പ് ഉണ്ട്. അത്തരം ആളുകൾ നമ്മൾ എന്ത് വിളിക്കും? കോ ഓണേഴ്സ് എന്ന് വിളിക്കും. തേർഡ് വൺ പാർഷ്യൽ ഓണർ. ഇത് നമ്മൾ അത്ര കേൾക്കാത്തൊരു വേർഡാണ്. വാട്ട് യു മീൻ പാർഷ്യൽ ഓണർ? ഹയർ പർച്ചേസ് സിസ്റ്റത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? ഹയർ പർച്ചേസ് സിസ്റ്റം, EMI സിസ്റ്റം. ഈ ഹയർ പർച്ചേസ് സിസ്റ്റം അഥവാ EMI സിസ്റ്റം വഴി നമ്മൾ എന്ത് ചെയ്യുക? ഒരു വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ EMIയും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അതിന്റെ എന്തായിട്ട് മാറുള്ളൂ? ലീഗൽ ഓണർ ആയിട്ട് മാറുള്ളൂ. അപ്പൊ അതിന്റെ ഓണർഷിപ്പിലാണ് ഓണർഷിപ്പ് എന്ന് വെച്ചാൽ പാർഷ്യൽ ഓണർഷിപ്പിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഡീംഡ് ഓണർ. ആക്ച്വലി ഞാൻ ഓണർ അല്ല, പക്ഷെ ഡീം ചെയ്യുന്നു ഞാൻ തന്നെയാണ്. ക്ലബിംഗ് പ്രൊവിഷനൊക്കെ നമ്മൾ ഓൾറെഡി മുൻപ് പറഞ്ഞു പോയിട്ടുണ്ടാവാം. അതിൽ പറഞ്ഞിരിക്കുന്ന അതേ കണ്ടീഷൻ തന്നെയാണ് ഡീംഡ് ഓണർഷിപ്പ്. ഡീംഡ് ഓണർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓണർ അല്ല, എന്നെ ഡീം ചെയ്യുന്നു ഓണറായിട്ട്. അപ്പൊ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണ്. വളരെ കൃത്യമായിട്ട് ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്, നെക്സ്റ്റ് പോയിന്റ്. It must be used for the purpose of business or profession. It must be used for the purpose of business or profession. ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കണം? ബിസിനസിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിച്ചിരിക്കണം. സോറി, ഒരു മിനിറ്റ്. It must be used for the business or profession during the previous year. relevant previous year അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കണം? ഇത് ബിസിനസിനോ അല്ലെങ്കിൽ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിച്ചിരിക്കണം. ബിസിനസിനോ അല്ലെങ്കിൽ പ്രൊഫഷനോ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കണം. വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഫോർ ദ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിന് മുകളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റൂ. അപ്പൊ രണ്ട് പോയിന്റുകൾ നമുക്ക് മനസ്സിലായി. അസസി ഓണർ ആയിരിക്കണം, കൂടാതെ ഇത് ബിസിനസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കണം. ബിസിനസിനോ അല്ലെങ്കിൽ പ്രൊഫഷനോ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കണം. യൂസ് എന്നുള്ള വേർഡിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഇതിലുണ്ട്. നമ്മുടെ ഇൻകം ടാക്സിനകത്തുണ്ട്. യൂസിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് യൂസ് ആൻഡ് പാസീവ് യൂസ്. ആക്റ്റീവ് യൂസ് ആൻഡ് പാസീവ് യൂസ്. രണ്ട് യൂസുകളാണ് നമുക്കുള്ളത്. ആക്റ്റീവ് യൂസും പാസീവ് യൂസും. രണ്ട് യൂസുകളാണ് നമുക്കുള്ളത്. ആക്റ്റീവ് യൂസ്, എടാ നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന മെഷീനാണ്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ആക്റ്റീവ് യൂസ് എന്ന് വിളിക്കും. പാസീവ് യൂസ് ആണ് സപ്പോർട്ടിംഗ് മെഷീൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ മെഷീൻസ് അല്ലെങ്കിൽ എമർജൻസി സ്പെയർസ്, പാർട്സ്, ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റാൻഡ് ബൈ മെഷീൻസ് എന്ന് വിളിക്കാം. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഇൻവെർട്ടർ എന്ന് വിളിക്കാം. ഇൻവെർട്ടർ. എടാ ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇൻവെർട്ടർ ബാക്കപ്പ് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? പാസീവ് യൂസ് ആണ്. എന്ന് വെച്ചാൽ കറണ്ട് പോയാൽ നമ്മൾ അത് ഉപയോഗിക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ അത് ഉപയോഗിക്കില്ല. അത്തരം അല്ലെങ്കിൽ സ്പെയർ പാർട്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? പാസീവ് യൂസ് ആണ്. ആക്റ്റീവ് യൂസിന്റെ മോളായിക്കോട്ടെ പാസീവ് യൂസിന്റെ മോളായിക്കോട്ടെ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്ന ഒരേപോലെയാണ്. ക്ലിയർ ആണോ? എന്ന് വെച്ചാൽ മെയിൻ മെഷീന്റെ ഡിപ്രിസിയേഷൻ റേറ്റ് എത്രയാണോ അതൊക്കെ തന്നെയായിരിക്കും ഏതിനും വരിക. സ്റ്റാൻഡ് ബൈ മെഷീൻസിനായിക്കോട്ടെ, എമർജൻസി സ്പെയർസിനായിക്കോട്ടെ, അഥവാ പാസീവ് യൂസിന് ഉപയോഗിക്കുന്ന അസറ്റുകളായിക്കോട്ടെ, അതിന് മുകളിൽ നമ്മൾ ചാർജ് ചെയ്യാം. ക്ലിയർ? അത് നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നു. എന്താണ് ആക്റ്റീവ് യൂസ്? യൂസേജിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇറങ്ങണം. ഇൻ കേസ് ഓഫ് സ്റ്റാൻഡ് ബൈ മെഷീൻസ്, ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് റെഡി ഫോർ യൂസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തിന്? ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു ക്ലൈം ഡിപ്രിസിയേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന റെഡി ആയിട്ടിരിക്കുന്ന മെഷീന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? സഫിഷ്യന്റ് ടു ക്ലൈം ഡിപ്രിസിയേഷൻ. ഇത് റെഡി ആയിട്ട് ഇരുന്നാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രിസിയേഷൻ ക്ലൈം ചെയ്യാം. യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് അത് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദീസ് റൂൾസ് ഓൾസോ ആപ്ലിക്കബിൾ ടു എമർജൻസി സ്പെയർസ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു എമർജൻസി സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന എമർജൻസി സ്പെയർസിന് എന്ത് തന്നെയാണ്? ഇതേ കാര്യം തന്നെ. ഇപ്പൊ പവർ ബാക്ക്ഡ് ഇൻവെർട്ടർ. ദിസ് മീൻസ് എന്താ പറഞ്ഞിട്ടുള്ളത്? ആക്റ്റീവ് യൂസ് ആസ് വെൽ ആസ് പാസീവ് യൂസ്. ആക്റ്റീവ് യൂസും പാസീവ് യൂസും നമുക്ക് ഒരുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രിസിയേഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? മനസ്സിലായിട്ടുണ്ടോ? നെക്സ്റ്റ് പോയിന്റ്, രജിസ്ട്രേഷൻ ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് ഇവിടെ കമ്പൽസറിയേ അല്ല. ഓണർഷിപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് ഓണർഷിപ്പ് ഇവിടെ കമ്പൽസറി അല്ല. എന്ന് വെച്ചാൽ എന്റെ പേരിലേക്ക് ലീഗലി ടൈറ്റിൽ ആയിട്ട് എഴുതി തരണം നിർബന്ധമൊന്നുമില്ല. ഓണർഷിപ്പ് ഉണ്ടായാൽ മതി. ദിസ് ആപ്ലിക്കബിൾ മെയിൻലി ഫോർ ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് വെഹിക്കിൾസ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് വെഹിക്കിൾസിന്റെ മുകളാണ് പറയുന്നത്. ക്ലിയർ ആണ്? മനസ്സിലായിട്ട് മക്കളെ? കമ്പൽസറി ഒന്നും അല്ല എന്നാണ് നമ്മളിവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻ കേസ് ഓഫ് അസറ്റ് അക്വേർഡ് അണ്ടർ ലീസ്, the lessee cannot claim depreciation. Only the lessor can claim depreciation, whether in a financial lease or operating lease. എടാ നിങ്ങൾ ലീസിന് ഒരു അസറ്റ് എടുത്തു, പണയത്തിനെടുത്തു, ഒരു അസറ്റ് എടുത്തു.
നിങ്ങൾ അത് ലീസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് ഓപ്പറേറ്റിംഗ് ലീസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ലീസ് ആയിക്കോട്ടെ, അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മളവിടെ പറയുന്നില്ല. ഓപ്പറേറ്റിംഗ് ലീസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ലീസ് ആയിക്കോട്ടെ. അപ്പൊ ഈ ലീസിനകത്ത് ഉപയോഗിക്കുന്നതിൽ ഒരു കാരണവശാലും ലെസ്സിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആർക്ക് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? ലെസ്സർക്ക് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. ആരാണോ ഈ വസ്തുവിന്റെ യഥാർത്ഥ ഓണർ അയാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലായിട്ട് മക്കളെ? അത് ഓപ്പറേറ്റിംഗ് ലീസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ലീസ് ആയിക്കോട്ടെ, ഇൻകം ടാക്സിനകത്ത് നിങ്ങൾ ഒരു അസറ്റ് ലീസിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലീസ് ലെസ്സിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ലെസ്സർക്ക് മാത്രമേ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഇനി അടുത്തത് ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇൻ കേസ് ഓഫ് അസറ്റ് പർച്ചേസ്ഡ് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം or installment system the higher purchaser can claim depreciation on cash price of the asset even though the last installment is not paid. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തില്ലെങ്കിലും ക്യാഷ് പ്രൈസിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചത്? ഡിപ്രിസിയേഷൻ നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, അസസി പറയുന്ന അസറ്റിന്റെ മുകളിൽ ഓണർഷിപ്പ് ഉണ്ടായിരിക്കണം. ഓണർഷിപ്പ് എന്ത് ചെയ്തിരിക്കാം? അബ്സല്യൂട്ട് ഓണർ ആയിരിക്കാം, അല്ലെങ്കിൽ കോണർ ആയിരിക്കാം, അതല്ലെങ്കിൽ പാർഷ്യൽ ഓണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡീംഡ് ഓണർ ആയിരിക്കാം. രണ്ട്, ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. യൂസ് മേ ബി ആക്റ്റീവ് ആസ് വെൽ ആസ് പാസീവ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് നോട്ട്സ്, ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പോയിന്റുകളൊക്കെ കൂടിയത് വരും. അപ്പൊ ആദ്യത്തെ പോയിന്റ്, ഡിപ്രിസിയേഷൻ ഈസ് മാൻഡാറ്ററി ഡിഡക്ഷൻ ആസ് പെർ എക്സ്പ്ലനേഷൻ 5(2) സെക്ഷൻ 32 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. ഡിപ്രിസിയേഷൻ ഈസ് എ മാൻഡാറ്ററി ഡിഡക്ഷൻ ആസ് പെർ എക്സ്പ്ലനേഷൻ സെക്ഷൻ 32 of the income tax act. ഇൻകം ടാക്സ് ആക്ടിനകത്ത് ഡിപ്രിസിയേഷൻ ഒരു മാൻഡാറ്ററി ആണ്. ആസ് പെർ എക്സ്പ്ലനേഷൻ 5 പ്രകാരം നിർബന്ധമായിട്ടും കുറച്ചേ പറ്റുള്ളൂ. വോളണ്ടറി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഒന്നുമില്ല, നമുക്ക് നിർബന്ധമായിട്ടും കുറയ്ക്കണം. ഇൻ അതർ വേർഡ്സ്, ഡിപ്രിസിയേഷൻ ഈസ് അവൈലബിൾ whether or not assessee has claimed the deduction for depreciation in computing his total income. അയാൾ ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും ഡിപ്രിസിയേഷൻ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഡിഡക്ഷൻ എടുത്തിരിക്കണം. ഏത് പ്രകാരം? ആസ് പെർ എക്സ്പ്ലനേഷൻ 5 പ്രകാരം. ക്ലിയർ ആണോ മക്കളെ? അസറ്റിന്റെ മോഡ് നമ്മൾ കൃത്യമായിട്ട് കുറച്ചിരിക്കണം. എന്താണ് റീസൺ? ആസ് പെർ എക്സ്പ്ലനേഷൻ 5 പ്രകാരം. ക്ലിയർ? രണ്ടാമത്തെ പോയിന്റ്, അപ്പൊ വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഡിപ്രിസിയേഷൻ നിർബന്ധമായിട്ടും കുറയ്ക്കേണ്ടതായിട്ടാണ്, വോളണ്ടറി അല്ല. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും കുറച്ചിരിക്കണം, മാൻഡേറ്ററി ആണ്. നെക്സ്റ്റ് പോയിന്റ്, ആസ് പെർ എക്സ്പ്ലനേഷൻ 1(2) section 32, the assessee can claim depreciation on capital expenditure incurred on leased building used for the purpose of business or profession. This is not applicable in case of capital expenditure incurred on any other leased asset. If revenue expenditure incurred on leased building can be claimed under section 30 or 37. സാർ ഇപ്പൊ പറഞ്ഞ പോയിന്റിൽ ഒരു കോൺട്രഡിക്ടറി വന്നല്ലോ. സാർ ഇപ്പൊ പറഞ്ഞതിൽ ഒരു തെറ്റ് വന്നല്ലോ. നമ്മൾ നേരത്തെ പഠിച്ച എന്താ സാറേ, ലെസ്സിക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. അപ്പൊ എങ്ങനെയാ 32 വീണ്ടും ഒരു പോയിന്റ് വരുന്നത്, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാന്നുള്ളത്? എന്നാൽ ആസ് പെർ എക്സ്പ്ലനേഷൻ 1 പ്രകാരം ഇൻകം ടാക്സ് ആക്ട്, ആസ് പെർ എക്സ്പ്ലനേഷൻ 1(2) section 32 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്, ഡിപ്രിസിയേഷൻ ക്യാൻ ബി ക്ലൈംഡ് ഓൺ ലീസ്ഡ് ബിൽഡിംഗ് ഫോർ എക്സ്പെൻഡിച്ചർ എന്ത് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈ പറയുന്ന പർട്ടിക്കുലർ അസറ്റിന് മുകളിൽ ചെലവാക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ, ഞാനൊരു ബിൽഡിംഗ് ലീസിനെടുത്തതിനു ശേഷം അത് പാർട്ടീഷൻ ചെയ്ത് വിവിധ ക്ലാസ് റൂമുകളൊക്കെ ആക്കിയിട്ട് ഞാൻ ക്ലാസ് ആണ് എടുക്കുന്നത്. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെലവായിരിക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ മുകളിൽ എനിക്ക് എന്ത് ചെയ്യാം, ഡിപ്രിസിയേഷൻ ചാർജ്. ഈവൻ ഇഫ് എനിക്ക് സംഭവിച്ച റവന്യൂ നാച്ചുറൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ 30 ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ബിസിനസ് ഓഫ് പ്രൊഫഷൻ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ പോയിന്റ് ആണ്. ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ബിസിനസ് ഓഫ് പ്രൊഫഷനകത്ത് കറണ്ട് റിപ്പയർ ആസ് എ ഓണർ എന്നുള്ള പോയിന്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ 30 അല്ലെങ്കിൽ നമുക്ക് എവിടെ എടുക്കാം,
37 നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കറണ്ട് റിപ്പയർസ് ആണെങ്കിൽ നമുക്ക് എവിടെ എടുക്കാം? റവന്യൂ നാച്ചർ നോർമൽ എക്സ്പെൻഡിച്ചർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാം. ഇപ്പോ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന ലാൻഡ് റവന്യൂ പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ ക്ലെയിം ചെയ്യാം. റെന്റ് പെയ്ഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ ക്ലെയിം ചെയ്യാം? നമുക്ക് 30 ക്ലെയിം ചെയ്യാം. പക്ഷേ നമുക്കിത് ക്യാപിറ്റൽ നാച്ചർ എക്സ്പെൻഡിച്ചർ അല്ല, റവന്യൂ നാച്ചർ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. പക്ഷെ ഇത് കറണ്ട് റിപ്പയർസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നേരെ നമുക്ക് 37 ക്ലെയിം ചെയ്യാം. ക്ലിയർ ആണോ മക്കളെ? മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലീസ്ഡ് ബിൽഡിങ്ങിന് മുകളിൽ, മറ്റൊരു അസറ്റിനും ഈ ഒരു ആപ്ലിക്കേഷൻ ഇല്ല. ലീസ്ഡ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അസറ്റിന്റെ മുകളിൽ അഡീഷണൽ ആയിട്ട് കോസ്റ്റ് സ്പെൻഡ് ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റവന്യൂ നാച്ചർ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ക്യാപിറ്റൽ നാച്ചർ എക്സ്പെൻഡിച്ചർ ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. റവന്യൂ നാച്ചർ എക്സ്പെൻഡിച്ചർ ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഒന്നിക്ക് 30 നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. നമുക്കറിയാം 30 ഏതൊക്കെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. ബിൽഡിംഗ് യൂസർ ഫോർ ബിസിനസ് ഓപ്പറേഷൻ, അത് 4 എക്സ്പെൻഡിച്ചറുകളാണ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? റെന്റ് പെയ്ഡ് ആസ് എ ടെനന്റ്, കറണ്ട് റിപ്പയർ ആസ് എ ഓണർ, ലാൻഡ് റവന്യൂ ഓർ പ്രോപ്പർട്ടി ടാക്സ്, ഇൻഷുറൻസ് പ്രീമിയം. ഇതിൽ ഇൻഷുറൻസ് പ്രീമിയം ആയിക്കോട്ടെ, പ്രോപ്പർട്ടി ടാക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെന്റ് ആയിക്കോട്ടെ, ഇത് മൂന്നും നമുക്ക് എവിടെ ക്ലെയിം ചെയ്യാം? 30 ക്ലെയിം ചെയ്യാം. പക്ഷേ 37 നമുക്ക് എന്ത് ക്ലെയിം ചെയ്യേണ്ടി വരും? കറണ്ട് റിപ്പയർ ആസ് എ ടെനന്റ് എന്നുള്ള പോയിന്റിൽ തന്നെയാണല്ലോ നമ്മൾ ലെസർ അല്ലേ ഉള്ളത്, അല്ലെ ലെസ്സി അല്ലേ നമ്മളുള്ളത്. അപ്പൊ നമുക്ക് എവിടെ ക്ലെയിം ചെയ്യാം? 37 ക്ലെയിം ചെയ്യാം. ക്ലിയർ ആണോ? പക്ക മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ബിൽഡിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ക്ലിയർ ആണോ? ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, വളരെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വരാം. ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, the firm is entitled to claim depreciation on immovable asset brought by partners as their capital contribution, even if such assets are not registered in the name of the firm under the Transfer of Property Act. പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പാർട്ട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ഈവൻ ഇഫ്, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ, ഈവൻ ഇഫ് ഇതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, എന്ന് വെച്ചാൽ ഇതിനെ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ക്ലിയർ ആണോ? പക്ക മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ്? പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു ബിൽഡിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് ഓക്കെ ആണോ? റെഡി. നെക്സ്റ്റ് പോയിന്റ്. ഡിപ്രിസിയേഷൻ ഈസ് അവൈലബിൾ ഓൺ ടാഞ്ചിബിൾ അസറ്റ് ബീയിങ് ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ and intangible asset including know-how, patent, copyright, trademark, license, franchises or any other business or commercial rights in similar nature. ശ്രദ്ധിച്ചോളൂ, depreciation available on tangible assets and intangible assets. ടാഞ്ചിബിൾ അസറ്റ്സിന്റെ മുകളിലും ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ മുകളിലും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചാർജ് ചെയ്യാം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ടാഞ്ചിബിൾ അസറ്റ്സിന്റെ മുകളിലും ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ മുകളിലും നമുക്ക് എന്ത് ചാർജ് ചെയ്യാം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ്, വീണ്ടും ബിൽഡിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ്. ബിൽഡിംഗ് ഇൻക്ലൂഡ് റോഡ് അറ്റാച്ച്ഡ് ടു ബിൽഡിംഗ്. ബിൽഡിംഗ് ഇൻക്ലൂഡ് റോഡ് അറ്റാച്ച്ഡ് ടു ബിൽഡിംഗ് എന്ന് വെച്ചാൽ റോഡ് അഡ്ജങ്ക്ട് ടു ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ബിൽഡിംഗിലേക്ക് ഒരു വഴി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു റോഡ് മേക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ റോഡിന്റെ മുകളിൽ നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം ബിൽഡിംഗിന്റെ റേറ്റിൽ. ക്ലിയർ ആണോ? ശ്രദ്ധിച്ചോളൂ, ബിൽഡിംഗ് ഇൻക്ലൂഡ് റോഡ് അറ്റാച്ച്ഡ് ടു ബിൽഡിംഗ് as well and well and tube wells. The building does not include land and a road not adjunct to building cannot be treated as a building. വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ, ബിൽഡിങ്ങിന്റെ മുകളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം, അറിയാവുന്ന പോയിന്റ് ആണ്. പക്ഷേ റോഡിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റും. കാരണം ബിൽഡിംഗ് ഒരു ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ബിൽഡിംഗ് ഒരു ഡിപ്രീഷ്യബിൾ അസറ്റ്. കാരണം എന്താണ്? നിങ്ങൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അതിന്റെ ലൈഫ് എത്രയാണ് പറയുന്നത്? 50 വർഷമാണ് ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ ലൈഫ് ഒക്കെ മാക്സിമം പറയുന്നത്. ഇനി അതിന്റെ കുറച്ചുകൂടി ഒക്കെ എക്സ്ട്രീം വേർഷൻ ഒക്കെ പറയാം. കുറച്ചുകൂടി വലിയ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല കൺസ്ട്രക്ഷൻ കമ്പനികളെ ചിലപ്പോൾ 100 വർഷം പറയായിരിക്കാം. ഇപ്പൊ നമ്മളെ മുല്ലപ്പെരിയാർ ഡാം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ
180 വർഷമൊക്കെ ഇതുവരെ പൊട്ടി പോയിട്ടൊന്നുമില്ല. അപ്പൊ അത്തരം കാറ്റഗറിയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ എന്താണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ മുകളിൽ നമുക്ക് ചാർജ് ചെയ്യുന്നതാണ്, ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്, അതിന് തേയ്മാനമുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ബിൽഡിങ്ങിന്റെ മുകളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ എന്തിന്റെ മുകളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം? അതിലേക്കുള്ള റോഡിന്റെ മുകളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. അതിന്റെ മുകളിൽ റോഡിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ അവിടെ റോഡിലെ ഈ പറയുന്ന ബിൽഡിങ്ങിലേക്ക് നമ്മൾ റോഡ് അഡ്ജന്റ് ടു ബിൽഡിംഗ് അങ്ങനെയാണെങ്കിൽ അതിന് മുകളിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. കിണറുകളുടെ മുകളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. കിണറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിൽ ഡിപ്രിസിയേഷൻ ചെയ്യാം. ട്യൂബ് വെൽസ് ആണെങ്കിൽ കുഴൽക്കിണറുകൾ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ബിൽഡിംഗ് ഇൻക്ലൂഡ് റോഡ് അറ്റാച്ച്ഡ് ടു ബിൽഡിംഗ് ആൻഡ് വെൽസ് ആൻഡ് ട്യൂബ് വെൽസ് എന്ന് വെച്ചാൽ നോർമൽ കിണറുകളും കുഴൽ കിണറുകളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ദ ബിൽഡിംഗ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ലാൻഡിന്റെ മുകളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ഇല്ല. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ലാൻഡിന് ഓൾവേസ് അപ്രിസിയേഷൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, റോഡ് നോട്ട് അഡ്ജന്റ് ടു ബിൽഡിംഗ് cannot be treated as ബിൽഡിംഗ് എന്ന് വെച്ചാൽ ബിൽഡിംഗിലേക്ക് ഇല്ലാത്ത റോഡാണെങ്കിൽ, ബിൽഡിംഗുമായിട്ട് ബന്ധപ്പെടാത്ത റോഡാണെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് ഒരിക്കലും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ മക്കളെ? മനസ്സിലായിട്ടുണ്ടോ? നെക്സ്റ്റ് പോയിന്റ്, പ്ലാന്റ് ഇൻക്ലൂഡ്സ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകണം. നമ്മൾ ഈ പറയുന്ന ഡിപ്രിസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പോയിന്റുകളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റ് മനസ്സിലാവുള്ളൂ. അപ്പൊ തിയറി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എഗെയിൻ നമ്മൾ പ്രോബ്ലത്തിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഏകദേശം ഒരു 10-12 പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രോബ്ലംസും വളരെ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് തിയറി അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് തിയറി, പ്ലാന്റ് ഇൻക്ലൂഡ്സ് ഷിപ്പ്, വെഹിക്കിൾ, ബുക്സ്, സർജിക്കൽ ആൻഡ് സയന്റിഫിക് equipments, but does not include tea bushes, livestock, building, furniture. Section 43 subsection 3. ശ്രദ്ധിച്ചോളൂ, ടീ ബുഷസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്സ്. ടീ ബുഷസ് എന്താ നമുക്കറിയാം അല്ലെ? എടാ, തേയിലച്ചെടികൾ അതിന് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ജീവനുള്ളത് പോലെയാണ്, ഒരുപാട് വർഷം ജീവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു തേയിലച്ചെടി നടുന്നത് ചിലപ്പോൾ നമ്മളെക്കാളും ആയുസുണ്ട്. അപ്പൊ അത്തരം ടീ ബുഷസിന്റെ മുകളിൽ ലൈഫ് സ്റ്റോക്ക്, ജീവനുള്ള വസ്തുക്കൾ, എടാ കോഴി, ആട്, മാട്, ഇതിന്റെ മുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ബിൽഡിംഗ് സെപ്പറേറ്റ് കാറ്റഗറിയാണ്, പ്ലാന്റിനകത്ത് പെടത്തില്ല. ഫർണിച്ചർ സെപ്പറേറ്റ് കാറ്റഗറിയാണ്, ഡിപ്രിസിയേഷൻ അതിനകത്ത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. വളരെ കൃത്യമായിട്ടുള്ള 3 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. പ്ലാന്റിനകത്ത് നമുക്ക് പെടുന്ന ഷിപ്പ് പെടും, വെഹിക്കിൾ പെടും, സയന്റിഫിക് ആൻഡ് സർജിക്കൽ എക്യുപ്മെന്റ്സ് പെടും. അതിനകത്ത് പെടാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത് ടീ ബുഷസ് പെടില്ല, ലൈഫ് സ്റ്റോക്സ് പെടില്ല, ബിൽഡിംഗ് പെടില്ല, ഫർണിച്ചർ പെടില്ല. അപ്പൊ നമ്മൾ നേരത്തെ പ്ലാന്റ് ആൻഡ് ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊന്നും പ്ലാന്റ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. പക്ഷെ ഇവിടെ പ്ലാന്റ് വേറെ, ബിൽഡിംഗ് വേറെ. ക്ലിയർ ആണല്ലോ അല്ലെ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇനിയുള്ള പോയിന്റ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? എത്ര ദിവസം ഒരു അസറ്റ് ഉപയോഗിച്ചു, അത് വളരെ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ? വളരെ ആക്യുറേറ്റ് ആയിട്ടല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഏപ്രിലിൽ ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ജൂണിലാണ് ഞാൻ പർച്ചേസ് ചെയ്തെങ്കിൽ കറക്റ്റ് 9 മാസത്തെ ഡിപ്രിസിയേഷൻ വേണമെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ട് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ ഇൻകം ടാക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 പാർട്ടുകൾ, ഒന്നുകിൽ ഹാഫ് റേറ്റ് അല്ലെങ്കിൽ ഫുൾ റേറ്റ്. ഇനീഷ്യൽ അസസ്മെന്റ് ഇയറിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹാഫ് റേറ്റോ അല്ലെങ്കിൽ ഫുൾ റേറ്റോ അതെന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചോളൂ, ഇൻ ദ ഇയർ ഓഫ് അക്വിസിഷൻ, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന വർഷം. ഇഫ് ആൻ അസറ്റ് പുട്ട് ഇറ്റ് ടു യൂസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് പുട്ട് ഇറ്റ് ടു യൂസ്. പുട്ട് ഇറ്റ് ടു യൂസ് മീൻസ് റെഡി ടു യൂസ് ഫോർ ലെസ് ദാൻ 180 ഡേയ്സ്, 180 ദിവസത്തിൽ താഴെയാണ് നിങ്ങൾ ഈ ഒരു അസറ്റ് പുട്ടിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, എന്ന് വെച്ചാൽ റെഡി ടു യൂസ് ചെയ്യാനുള്ള റെഡിയാക്കി വെച്ചിട്ടുള്ളൂ എങ്കിൽ, then half of the normal depreciation rate only can claim. എന്ന് വെച്ചാൽ നോർമൽ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ മാത്രമേ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അതെന്താ സാറേ നോർമൽ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ? നമ്മൾ ഓൾറെഡി നോർമൽ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അഡീഷണൽ ഡിപ്രിസിയേഷൻ റേറ്റ് ഉണ്ട്. നമുക്ക് ഓരോ വസ്തുക്കളുടെ മുകളിലും ചാർജ് ചെയ്യാൻ സ്പെസിഫൈഡ് റേറ്റുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് റേറ്റ്? നമുക്ക് ഓരോ വസ്തുക്കൾ, ഇപ്പൊ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇത്ര റേറ്റേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാന്റിന്റെ മുകളിൽ ഇത്രേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഫർണിച്ചറിന്റെ മുകളിൽ ഇത്രേ പറ്റത്തുള്ളൂ, അതല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന റേറ്റ്. അപ്പൊ നമുക്ക് റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അതിന്റെ പകുതി റേറ്റ്, ഇപ്പൊ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ റേറ്റ് എന്ന് പറയുന്നത് 15%. 15% പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ റേറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീനറി പർച്ചേസ് ചെയ്ത് 180 ഡേയ്സിൽ താഴെയാണ് പുട്ടിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ ഹാഫ് റേറ്റ് എന്ന് വെച്ചാൽ 7.5% ആയിരിക്കും നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുക. 7.5% ആയിരിക്കും നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുക. അപ്പൊ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലായി. 180 ഡേയ്സിൽ താഴെ, ഈ 180 ഡേയ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. ഒക്ടോബർ 3 ശേഷം നിങ്ങൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് പുട്ടിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 180 ദിവസത്തിൽ താഴെയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ പകുതിയാണ്. എന്ന് വെച്ചാൽ അത് ഏത് റേറ്റ് ആണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ റേറ്റിന്റെ പകുതി മാത്രമേ നമുക്ക് ആ വർഷം ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് അടക്കം നമ്മൾ എടുക്കും. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ഒന്നുമില്ല, നേരെ പകുതി പെർസെന്റേജ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാവുന്ന. ക്ലിയർ ആണോ? ഇനി ഇഫ് അസറ്റ് അക്വയർഡ് ഇൻ എൻ ഇയർ ആൻഡ് യൂസ്ഡ് ഇൻ സബ്സീക്വന്റ് ഇയർ ദെൻ ദിസ് റൂൾ ഇസ് നോട്ട് ആപ്ലിക്കബിൾ. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ, ഞാനൊരു അസറ്റ് പർച്ചേസ് ചെയ്തു, പക്ഷെ അത് പുട്ടിട്ട് യൂസ് ചെയ്തത് അടുത്ത വർഷം. അങ്ങനെയാണെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്ത വർഷം ഞാനത് ഉപയോഗിക്കാനേ എടുത്തിട്ടില്ല എങ്കിൽ ആ വർഷം ഞാൻ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചത് തൊട്ടടുത്ത വർഷമാണെങ്കിൽ 180 ഡേയ്സിൽ താഴെയാണ് പുട്ടിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാലും ഈ റൂൾ ഒന്നും ആപ്ലിക്കബിൾ ആവില്ല. ഫുൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യും. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കും. ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 180 ദിവസത്തിൽ കൂടുതൽ പുട്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡിപ്രിസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യാം. സ്പെസിഫൈഡ് റേറ്റഡ് ഇൻകം ടാക്സ് ആക്ട് പറയുന്നുണ്ട്, ആ റേറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ക്ലെയിം ചെയ്യാം. പക്ഷേ അത് പുട്ടിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 180 ദിവസത്തിൽ താഴെയാണെങ്കിൽ. എന്താണ് 180 ദിവസം? ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒക്ടോബർ 3 ശേഷമാണ് നമ്മൾ പുട്ടിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് 180 ദിവസത്തിൽ താഴെയാണ് എന്ന് വെച്ചാൽ റെഡി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹാഫ് റേറ്റ് ആണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എപ്പോ മാത്രമാണ്? ഇനീഷ്യൽ അസസ്മെന്റ് ഇയറിൽ മാത്രമാണ്. ബാക്കി എല്ലാ അസസ്മെന്റ് ഇയറിലും നമുക്ക് ഫുൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യാം. പക്ഷേ ഈ വർഷം ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഈ വർഷം ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. 2023, 24 പ്രീവിയസ് ഇയറിൽ ഞാൻ വാങ്ങിച്ചു, ഞാൻ ഉപയോഗിച്ചില്ല എങ്കിൽ 2024, 25 എന്തില്ല? ഡിപ്രിസിയേഷൻ ഇല്ല. പക്ഷേ 2024, 25 പ്രീവിയസ് ഇയറിൽ ഞാനിത് പുട്ടിട്ട് യൂസ് ചെയ്തു. പുട്ടിട്ട് യൂസ് ചെയ്തത് മേ ബി 2026 ജാനുവരി 1 അങ്ങനെയാണെങ്കിൽ 180 ദിവസത്തിൽ താഴെയാണല്ലോ, ജസ്റ്റ് 90 ഡേയ്സ്, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ സാറേ ഹാഫ് റേറ്റ് എടുക്കാൻ പറ്റും? പറ്റത്തില്ല. അവിടെ ഫുൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ്. പൂർണ്ണമായിട്ടും ആ വർഷം എന്ത് ചെയ്യാം, നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ക്ലിയർ ആണോ? പക്ക മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ക്ലിയർ ആണല്ലോ അല്ലെ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഒന്ന് വായിച്ചോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേണമെങ്കിൽ നമ്മളൊന്ന് ഹൈലൈറ്റ് ഒക്കെ ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ. ഹൈലൈറ്റ് ഒക്കെ ചെയ്യേണ്ട പോയിന്റ് ആണ്. കളർ ഇട്ട് സുഖല്ലേ അല്ലെ? ഒരു മിനിറ്റ് ഒന്ന് വായിക്കാം. നമുക്ക് ഈ കളർ ഒന്ന് മാറ്റി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കൂ. നെക്സ്റ്റ് പോയിന്റ്, ഇൻ കേസ് ഓഫ് സക്സഷൻ, അമാൽഗമേഷൻ, ഡീമർജർ ഓഫ് കമ്പനീസ്, the depreciation is to be computed as there is no such event, and then apportioned between two entities in the ratio of number of days which the asset used by them. എന്ന് വെച്ചാൽ അമാൽഗമേഷൻ, ഡീമർജർ, സക്സഷൻ. ആദ്യം നമുക്ക് ഈ ടേം എന്താന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അമാൽഗമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പനികൾ, ഒരേ സ്വഭാവമുള്ള രണ്ട് കമ്പനികൾ കൂടിച്ചേരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അമാൽഗമേഷൻ എന്ന് വിളിക്കുന്നത്. ഡീമർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി സ്പ്ലിറ്റ് ആയിട്ട് പല പല കമ്പനികളായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡീമർജർ എന്ന് വിളിക്കുന്നത്. സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനാണ് സക്സഷൻ എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന ഡിപ്രിസിയേഷൻ തമ്മിൽ എന്താ ബന്ധം സാർ? സക്സഷൻ, അമാൽഗമേഷൻ, ഡീമർജർ. അവിടെയാണ് നമ്മുടെ ഡിപ്രിസിയേഷന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഈ ഒരു പോയിന്റ് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയും. എടാ, അമാൽഗമേഷൻ ആയിക്കോട്ടെ, സക്സഷൻ ആയിക്കോട്ടെ, ഡീമർജർ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ അസറ്റുകൾ ഉണ്ടാവും. അസറ്റിന്റെ മുകളിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. രണ്ട് കമ്പനികൾ കൂടിച്ചേരുന്ന സമയത്ത് ഒരു കമ്പനിയിൽ അസറ്റ് മറ്റൊരു കമ്പനിയിലേക്ക് പോയേ, അപ്പോൾ ഈ കമ്പനിയുടെ
ഈ കമ്പനികൾ കൂടിച്ചേരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും, ഇൻ ബിറ്റ്വീൻ ഒരു പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഓൾറെഡി എ എന്ന് പറയുന്ന കമ്പനിയിൽ ഈ അസറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു എ എന്ന് പറയുന്ന കമ്പനിയാണ് എക്സാമ്പിളൊക്കെ, ഒരു എ എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു അസറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു കമ്പനിയിലും ഒരു അസറ്റ് ഉണ്ട്. ഈ രണ്ട് കമ്പനിയും കൂടി ചേർന്നുകൊണ്ട് എ ബി എന്ന് പറയുന്ന കമ്പനിയായിരുന്നു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് എഴുതാം. എ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഈ കമ്പനിയുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്, 10 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്. ബി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ഈ കമ്പനിയുടെ കയ്യിലും ഒരു 10 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്. ഇവര് 6/8/2024 6/8/2024 അമാൽഗമേറ്റ് ചെയ്യപ്പെട്ടു. 6/8/2024 എന്ത് ചെയ്തു? അമാൽഗമേഷൻ നടന്നു. അങ്ങനെ അമാൽഗമേഷൻ നടന്നിട്ട് എന്തായി മാറി? എ ബി എന്ന് പറയുന്ന കമ്പനിയായിട്ട് മാറി. ഇവിടെ ഞാൻ എ എന്ന് പറയുന്ന കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അസറ്റ് എന്ന് പറയുന്നതിൽ 10 ലക്ഷം രൂപ വാല്യൂ ഉണ്ട്. 10 ലക്ഷം രൂപ വാല്യൂ ഉണ്ട്. ഈ 10 ലക്ഷം രൂപ ഞാൻ 10 ലക്ഷം രൂപയുള്ള വാല്യൂ ഉള്ള അസറ്റിന്റെ മുകളിൽ ഞാൻ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് 15%. പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെന്ന് വിചാരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ റേറ്റ് ആണ് 15%. 15% ആണെങ്കിൽ എനിക്ക് 1,50,000 രൂപ ഞാൻ എന്ത് ചെയ്യണം? ആ വർഷം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം, വേണ്ടേ? പക്ഷെ ഈ 1,50,000 രൂപ ഡിപ്രിസിയേഷൻ എനിക്ക് എ എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കാൻ പറ്റുമോ, എ ബി എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെയാണ് നമ്മളോട് അവരോട് പറഞ്ഞത് നമ്പർ ഓഫ് ഡേയ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഡിപ്രിസിയേഷൻ കാണുന്നതിൽ പ്രത്യേകിച്ച് റൂളിൽ യാതൊരു മാറ്റവും 180 ഡേയ്സിൽ കൂടുതൽ റേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ റേറ്റ്, 180 ഡേയ്സിൽ താഴെയാണെങ്കിൽ ഹാഫ് റേറ്റ്. അപ്പൊ ഇവിടെ 180 ഡേയ്സിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഫുൾ റേറ്റ് നമ്മൾ 1,50,000 എടുത്തു. ഇപ്പൊ ഒക്ടോബർ 8-നാണ് നമ്മൾ, അല്ലെങ്കിൽ ഓഗസ്റ്റ് 6-നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ അസറ്റുകൾ എന്തായിട്ടുള്ളത്? സ്പ്ലിറ്റ് മെർജർ നടന്നിട്ട് രണ്ട് കമ്പനിയും കൂടി ചേർന്നുകൊണ്ട് ഒരു കമ്പനി ആയിട്ട് മാറിയത്. അപ്പൊ ഏത് വരെയായിരിക്കും? 1 ഏപ്രിൽ 2024 മുതൽ 1 ഏപ്രിൽ 2024 മുതൽക്ക് എന്നാ നമ്മൾ മെർജർ ആയത്? ശ്രദ്ധിക്കൂട്ടോ. 1 ഏപ്രിൽ 2024 മുതൽക്ക് ഓഗസ്റ്റ് 6 2024 വരെയുള്ള ഡേയ്സ് എത്രയാണോ ആ ഡേയ്സിലെ ഡിപ്രിസിയേഷൻ എ എന്ന് പറയുന്ന കമ്പനിക്കും ബാലൻസ് വരുന്ന ഡിപ്രിസിയേഷൻ ആർക്കും ക്ലെയിം ചെയ്യാം? എ ബി കമ്പനിക്കും ചാർജ് ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡേയ്സ് എന്നാണ്? 1 ഏപ്രിൽ 2024 മുതൽക്കുള്ള കമ്പനിക്ക് 1 ഏപ്രിൽ 2024 മുതൽ ഓഗസ്റ്റ് 6 2024 വരെയുള്ള ഓഗസ്റ്റ് 6 2024 വരെയുള്ള ഡേറ്റിൽ എന്ത് ചെയ്യാം? ഡിപ്രിസിയേഷൻ ബി എന്ന് പറയുന്ന കമ്പനിക്ക് ചാർജ് ചെയ്യാം. അതിനുശേഷം ബാലൻസ് വരുന്ന ഡിപ്രിസിയേഷൻ എങ്ങോട്ടേക്ക് പോകും? എ ബി എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പോകും. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അമാൽഗമേഷൻ, സക്സഷൻ, ഡീമർജർ നടക്കുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെയാണോ കാണേണ്ടത്, നോർമൽ റൂൾ പ്രകാരം തന്നെ 180 ഡേയ്സിൽ കൂടുതലോ താഴെയോ ആണെങ്കിൽ നമ്മൾ അതേ റേറ്റ് പ്രകാരം നമ്മൾ ഡിപ്രിസിയേഷൻ കാണുന്നു. ആ കണ്ടുപിടിച്ചിരിക്കുന്ന ഡിപ്രിസിയേഷനെ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എത്ര ദിവസമാണ് ഈ പറയുന്ന അസറ്റ് ആ പർട്ടിക്കുലർ കമ്പനി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത്രയും ദിവസത്തെ ഡിപ്രിസിയേഷൻ അവർക്ക് ക്ലെയിം ചെയ്യാം. ബാലൻസ് വരുന്ന ഡിപ്രിസിയേഷൻ മർജർ അല്ലെങ്കിൽ സക്സഷൻ അല്ലെങ്കിൽ ഡീമർജർ ഏതാണോ റിസൾട്ടിങ് കമ്പനി, ആ റിസൾട്ടിങ് കമ്പനിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? പക്ക. ഞാൻ വായിച്ചോട്ടെ. വായിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ശരിക്കും ഏറ്റവും അവസാനം പഠിക്കേണ്ട പോയിന്റ് ആണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു, നമ്മളത് വീണ്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്ന. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ can be carried forward indefinite number of previous years and can be set off even if the same business no longer exists. Section 32 subsection 2, current depreciation to be deducted first, and it can be carried forward, set off against other heads of income, can be carried forward even though the return has not been
ഫയൽഡ് വിത്തിൻ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിനകത്ത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ പോലും, ഇവിടെ ആൻഡ് ഇല്ല കേട്ടോ, തെറ്റാണ്. ഹാസ് നോട്ട് ബീൻ ഫയൽഡ് വിത്തിൻ ദ ഡ്യൂ ഡേറ്റ്. ഫയൽഡ് വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് ശ്രദ്ധിച്ചു. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ അത് നമ്മൾ ആദ്യമേ അങ്ങ് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഈ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റിനെ കൊണ്ട് ഈ വർഷത്തെ ഡിപ്രിസിയേഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ പ്രോഫിറ്റിനേക്കാളും കൂടുതലാണ് നമ്മുടെ ഡിപ്രിസിയേഷൻ എങ്കിൽ, അങ്ങനെ ഒരു ലോസ് ആണ് ബിസിനസ്സിന് സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കും. ഇതിനെ നമുക്ക് ഇൻഡെഫിനിറ്റ് പീരിയഡിലേക്ക് ക്യാരി ചെയ്യാം. എന്ന് വെച്ചാൽ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. റിട്ടേൺ പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, എത്ര വർഷം വേണമെങ്കിലും ക്യാരി ചെയ്യാം. എന്നാണോ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ആവും, സഫീഷ്യന്റ് ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാനുള്ള പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, അതുവരെ നമുക്ക് കൊണ്ടുപോകാം. ഇതിനെയാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ നമ്മൾ ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ്, പ്രോഫിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നതിന് മുൻപ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യണം. ഇത് നമുക്ക് ഏറ്റവും അവസാനം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലേ? അപ്പൊ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഡിപ്രിസിയേഷൻ സംഭവിച്ച് ലോസ് ആയി മാറാണ്. ബിസിനസ് ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയും. ഇതിനെ നമുക്ക് ഇൻഡെഫിനിറ്റ് പീരിയഡിലേക്ക് ക്യാരി ചെയ്യാം. എത്ര വർഷം വേണമെങ്കിലും കൊണ്ടുപോകാം. എന്നാണോ ഈ പറയുന്ന ഡിപ്രിസിയേഷനെ പ്രോഫിറ്റിനെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് അത്രയും വർഷം കൊണ്ടുപോകാം. പക്ഷെ എപ്പോഴും നമ്മൾ കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനെ ക്ലെയിം ചെയ്യാവൂ. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ മക്കളെ? പക്ക. അപ്പൊ ഇതായിരുന്നു നമ്മളെ മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇൻകം ടാക്സ് വളരെ കൃത്യമായിട്ട് ഡിപ്രിസിയേഷന്റെ റേറ്റ് പറയുന്നുണ്ട്. അപ്പൊ റേറ്റുകൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് 4 റേറ്റുകൾ അഥവാ 4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, ബിൽഡിംഗ് യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. അതെന്താ സാറേ റെസിഡൻഷ്യൽ പർപ്പസ് എന്ന് പറയാൻ കാരണം? റെസിഡൻഷ്യൽ പർപ്പസ് എന്ന് പറയുമ്പോൾ ഗസ്റ്റ് ഹൗസുകളായിരിക്കും. അവിടുത്തെ എംപ്ലോയീസിന് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസുകളോ അല്ലെങ്കിൽ കോട്ടേജുകളൊക്കെ ആയിരിക്കും. അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 5% ഒരു വർഷം ക്ലെയിം ചെയ്യാൻ പറ്റും. 2, ടെമ്പററി എറക്ഷൻ സച്ച് ആസ് വുഡൻ സ്ട്രക്ചർ, മരത്തിലോ പടുതയിലോ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു വീടാണ് വിചാരിക്കുക, 40% ആണ് അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. 3, ബിൽഡിംഗ് അക്വേർഡ് ഓണർ ആഫ്റ്റർ 1/9/2002 ഫോർ ഇൻസ്റ്റാളിംഗ് മെഷീനറി ആൻഡ് പ്ലാൻ ഫോമിംഗ് പാർട്ട് ഓഫ് വാട്ടർ സപ്ലൈ പമ്പ് ഹൗസുകൾക്ക് വേണ്ടിയിട്ട്, പ്രൊജക്ട് വാട്ടർ സപ്ലൈ പ്രൊജക്ട് or water treatment system which is put to use for the business for providing infrastructure facilities. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 40%. നെക്സ്റ്റ്, ജനറൽ റേറ്റ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, 10% ആണ്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ എത്രയായിരുന്നു? 5% ആണ്. ടെമ്പററി എറക്ഷൻ വുഡൻ സ്ട്രക്ചർ ആണെങ്കിൽ 40% ആണ്. നെക്സ്റ്റ് വൺ, നമ്മളൊരു വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 40% ആണ്. ജനറൽ റേറ്റ് 10% ആണ്. ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസ് എന്ന് വിളിക്കും. കൊമേഴ്ഷ്യൽ പർപ്പസ്. ക്ലിയർ ആണോ? മനസ്സിലായിട്ടോ മക്കളെ? കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനറൽ പർപ്പസിനോ ഉപയോഗിക്കുകയാണെങ്കിൽ 10%. ക്ലിയർ? അപ്പൊ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ബിൽഡിംഗുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇത് ഓൾറെഡി ഞാൻ റേറ്റ് പറഞ്ഞു കഴിഞ്ഞു. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ റേറ്റ് എന്ന് പറയുന്നത് 15% ജനറൽ റേറ്റ്. എയറോപ്ലെയിൻസ് ആൻഡ് എയറോ എഞ്ചിൻ 40% ആണ്. കമ്പ്യൂട്ടർ ഇൻക്ലൂഡിംഗ് സോഫ്റ്റ്വെയർ 40% ആണ്. നെക്സ്റ്റ്, സ്പെസിഫിക് എനർജി സേവിംഗ് ഡിവൈസ് 40%. ലൈഫ് സേവിംഗ് മെഡിക്കൽ എക്യുപ്മെന്റ് 40%. റിന്യൂവബിൾ എനർജി സേവിംഗ് ഡിവൈസസ് എന്ന് വെച്ചാൽ നമ്മുടെ സോളാർ പാനൽ അതേപോലെ വിൻമില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് 40%. നെക്സ്റ്റ്, എയർ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ് 40%. ബുക്സ് അതർ ദാൻ ആനുവൽ പബ്ലിക്കേഷൻ രണ്ടും 40% ആണ്. ആൻഡ് ബുക്ക് റണ്ണിംഗ് ലൈബ്രറി 40%. മോൾസ് യൂസ്ഡ് ഫോർ റബ്ബർ പ്ലാസ്റ്റിക് ഫാക്ടറി 30%. ഷിപ്പ് ബോട്ട് 20%. ഓയിൽ വെൽസ് 15%. Plant and machinery used in semiconductor industry
കവറിംഗ് ഓൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആ കാറ്റഗറിയിൽ വിടുന്നതാണെങ്കിൽ 30%. IC ചിപ്പുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ. റിന്യൂവബിൾ എനർജി ഡിവൈസസ് എന്ന് വെച്ചാൽ എനർജി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ 31 മാർച്ചിന് മുൻപാണെങ്കിൽ എത്രയാണ്? 15%. അടുത്തത് മോട്ടോർ കാർ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മോട്ടോർ കാർ അതർ ദാൻ ദോസ് റണ്ണിങ് ഫോർ യൂസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി അത് ഉപയോഗിച്ചുകൊണ്ട് റൺ ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസിന് വേണ്ടിയിട്ട്, അതായത് ഹയറിംഗ് ചാർജസ് എന്ന് വെച്ചാൽ വാടകയ്ക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറിയിൽ നമ്മൾ ഹയേർഡ് ഗുഡ്സ് അല്ലാത്ത കാറ്റഗറിയിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്കിൽ ശ്രദ്ധിച്ചോളൂ. എന്താ പറഞ്ഞിട്ടുള്ളത്? മോട്ടോർ കാർ അതർ ദാൻ ദോസ് യൂസ്ഡ് ഇൻ ബിസിനസ് ഓഫ് റണ്ണിംഗ് ദം ഓൺ ഹയർ acquired during the period from 23rd August 2019 to 31st March 2020 and put to use before 31st March 2020. എടാ, നിങ്ങൾ റണ്ണിംഗ് ദം ഹയർ അല്ലാത്തൊരു കാറ്റഗറിയിൽ നിങ്ങൾ ഒരു മോട്ടോർ കാർ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ നോർമൽ റേറ്റ് 15% ആണ്, ജനറൽ റേറ്റ് തന്നെയാണ്. പക്ഷേ 23/8/2019 മുതൽക്ക് 31/3/2020 വരെ എന്ന് വെച്ചാൽ കൊറോണ പീരിയഡ് ആണ്. ആ പീരിയഡിൽ നിങ്ങളൊരു അസറ്റ് മോട്ടോർ കാർ പർച്ചേസ് ചെയ്ത് പുട്ടിട്ട് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അത് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എത്രയാണ്? 30% ആണ്. ക്ലിയർ ആണോ? ബിസിനസ്സിന് നോർമൽ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു കാർ വാങ്ങിച്ചു, ഹയറിംഗ് ബിസിനസ് അല്ല നിങ്ങളുടെ എങ്കിൽ എന്താണ്? 23/8/2019 മുതൽക്ക് 31/3/2020 വരെയുള്ള കാലയളവിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയും അത് പുട്ടിട്ട് യൂസ് ചെയ്യുകയും ചെയ്ത റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 30%. നോർമൽ കേസ് ആണെങ്കിൽ 15%. തൊട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? അടുത്തത് മോട്ടോർ ബസ്, മോട്ടോർ ലോറീസ്, മോട്ടോർ ടാക്സീസ് യൂസ്ഡ് ഇൻ ബിസിനസ് ഓഫ് റണ്ണിംഗ് ദം ഓൺ ഹയർ. വാടകയ്ക്ക് കൊടുക്കുന്ന കാറ്റഗറിയിലുള്ള ബിസിനസ് ആണ് ചെയ്യുന്നത് എങ്കിൽ 23/8/2019 മുതൽക്ക് 31/3/2020 വരെയുള്ള കാലയളവിൽ ഈ പറയുന്ന അസറ്റ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ പുട്ടിട്ട് യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 45%. നോർമൽ റണ്ണിംഗ് ദം ഓൺ ഹയർ ആണെങ്കിൽ 30%. മോട്ടോർ ബസ്, മോട്ടോർ ലോറീസ്, മോട്ടോർ ടാക്സീസ് യൂസ്ഡ് in the business of running them on hire other than mentioned above block 3. ഈ പറയുന്ന കാറ്റഗറിയിൽ പറയാത്ത കാര്യമാണെങ്കിൽ എത്രയാണ്? 30%. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ മക്കളെ? മനസ്സിലായിട്ടുണ്ടോ? നെക്സ്റ്റ് പോയിന്റ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ആൻഡ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് 10%. എടാ, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എന്ന് എടുത്തു പറയാൻ കാരണം ഫർണിച്ചറിൽ ഇൻക്ലൂഡഡ് ആണ് ലൈറ്റ്, വയറിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ മാക്സിമം റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എത്രയാണ്? 10% ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 25%. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഈ റേറ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഒരിക്കലും നമുക്കിത് ക്വസ്റ്റ്യനിൽ തരില്ല, നമ്മൾ സെപ്പറേറ്റ്ലി പഠിച്ചെടുക്കേണ്ടതാണ്. പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ, കൃത്യമായിട്ട് പഠിക്കുക. ക്ലിയർ. നെക്സ്റ്റ് ടോപ്പിക്, block of asset, section 2 subsection 11. Section 2 subsection 11, block of asset. What do you mean by block of asset? The term block of asset means group of asset falling with the classes of asset comprising. ഒന്നുമില്ല മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ അങ്ങ് പറയാം. ഒരേ റേറ്റിലുള്ള അസറ്റുകളെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരേ നാച്ചുറൽ അസറ്റുകളെ മൊത്തം ഒരു ഗ്രൂപ്പ് ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് വിളിക്കും. The term block of asset means group of asset falling with the classes of asset comprising. First point എന്ന് പറഞ്ഞാൽ tangible asset being building, machinery, plant, furniture. ഇതൊക്കെ നമുക്ക് എന്താണ്? സെപ്പറേറ്റ് ടാഞ്ചിബിൾ അസറ്റുകളാണ്. സെപ്പറേറ്റ് ബ്ലോക്കുകളായിട്ട് നമുക്ക് തിരിക്കാം. ഇൻടാഞ്ചിബിൾ അസറ്റ്, നോ ഹൗ, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഫ്രാഞ്ചൈസീസ് or any other business or commercial right of similar nature in respect of which the same percentage of depreciation prescribed. ഒരേ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, നമുക്കൊരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് ആണ്. ഇൻ സിമിലർ അസറ്റ് വിത്ത് ദ സെയിം ഡിപ്രിസിയേഷൻ റേറ്റ് ഷാൾ ബി പുട്ട് ടുഗദർ ഫ്രം എ ബ്ലോക്ക്. എന്താ പറഞ്ഞിട്ടുള്ള? വേറെ ഏതെങ്കിലും അസറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സെയിം റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അതിൽ ഒരു ബ്ലോക്ക് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു ബ്ലോക്കാണ്, ഫർണിച്ചർ മറ്റൊരു ബ്ലോക്കാണ്, അതുപോലെ തന്നെ മറ്റു അസറ്റുകൾ ഉണ്ടെങ്കിൽ ഓരോ അസറ്റുകളും അതാത് ബ്ലോക്കുകളിലാണുള്ളത്. ഇപ്പോ നമുക്ക് എയറോപ്ലെയിൻസ് ആൻഡ് എയറോ എഞ്ചിൻ 40% ആണ്. കമ്പ്യൂട്ടർ ഇൻക്ലൂഡിംഗ് സോഫ്റ്റ്വെയർസ് 40% ആണ്. ലൈഫ് സേവിംഗ് എനർജി ഡിവൈസസ് 40% ആണ്. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കാം. വളരെ കുറഞ്ഞ അസറ്റുകളാണുള്ളത്. ഇൻ ഷോർട്ട്, സിമിലർ അസറ്റ് വിത്ത് ദ സെയിം ഡിപ്രിസിയേഷൻ റേറ്റ് ഷാൾ ബി പുട്ട് ടുഗദർ ഫോം എ ബ്ലോക്ക്.
ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ മക്കളെ? അപ്പൊ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കും. ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിനെ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അടുത്ത പോയിന്റ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രിസിയേഷന്റെ ഫോർമാറ്റ് നമുക്ക് പഠിക്കാം. അടുത്ത പോയിന്റ് അഡീഷണൽ ഡിപ്രിസിയേഷൻ സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് ഇറ്റാലിക് 2A അഡീഷണൽ ഡിപ്രിസിയേഷൻ, എൻഹാൻസ്ഡ് ഡിപ്രിസിയേഷൻ, ആക്സിലറേറ്റഡ് ഡിപ്രിസിയേഷൻ ടു മാനുഫാക്ചറിംഗ് അസസി. ആർക്കാണ്? മാനുഫാക്ചറിംഗ് അസസിക്കാണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ, ആക്സിലറേറ്റഡ് ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ആർക്കാണ്? മാനുഫാക്ചറിംഗ് അസസിക്കോ അല്ലെങ്കിൽ പവർ ജനറേഷൻ അസസിക്കോ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, കണ്ടീഷൻ ഉണ്ട്. 3 കണ്ടീഷൻസ് ആണ് നമ്മളോട് വളരെ കൃത്യമായിട്ട് പറയുന്നത്. ആദ്യത്തെ കണ്ടീഷൻ, അസസി എന്തായിരിക്കണം? അസസി എൻഗേജർ ഇൻ ദ ബിസിനസ് ഓഫ് അസസി എൻഗേജർ ഇൻ മാനുഫാക്ചറിംഗ്, പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ്സ് ഓർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. അതായത് മാനുഫാക്ചറിംഗ് അസസി ആണെങ്കിൽ മാത്രമേ അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അപ്പോ അഡീഷണൽ ഡിപ്രിസിയേഷൻ, എൻഹാൻസ്ഡ് ഡിപ്രിസിയേഷൻ, ആക്സിലറേറ്റഡ് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക മാനുഫാക്ചറിംഗ് അസസിക്കാന്ന് പറഞ്ഞു. എന്താണപ്പ ഈ അഡീഷണൽ ഡിപ്രിസിയേഷൻ? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എടാ, നിങ്ങൾ നേരത്തെ നമ്മൾ പഠിച്ച സമയത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മുകളിൽ 15% ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാന്ന് പഠിച്ചു അല്ലെ? 15% അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. പക്ഷേ നിങ്ങൾ ഒരു മാനുഫാക്ചറിംഗ് അസസിയോ അല്ലെങ്കിൽ ഒരു പവർ ജനറേഷൻ അസസിയോ ആണ് എങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങളൊരു മാനുഫാക്ചറിംഗ് ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പവർ ജനറേഷൻ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസ്സോ ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഈ 15% കൂടാതെ അഡീഷണൽ ആയിട്ട് 20% കൂടെ നിങ്ങൾക്ക് ഈ അസറ്റ് പർച്ചേസ് ചെയ്ത് പുട്ടിട്ട് യൂസ് ചെയ്യുന്ന വർഷം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യും. ഇനീഷ്യ ഒറ്റ തവണ മാത്രമേ അഡീഷണൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റൂ. ഏത് വർഷമാണോ നിങ്ങൾ അസറ്റ് പർച്ചേസ് ചെയ്ത് പുട്ടിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അതേ വർഷം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എത്രയും കൂടി ക്ലെയിം ചെയ്യാം? 20% കൂടി ക്ലെയിം ചെയ്യാം. ക്ലിയർ ആണോ മക്കളെ? മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഈ പോയിന്റിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, ആരാണ്? മാനുഫാക്ചറിംഗ് അസസിയോ അല്ലെങ്കിൽ പവർ ജനറേഷൻ അസസിയോ ആയിരിക്കും. കൂടാതെ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്താണ്? ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നത്. ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി അക്വയർഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് 31st March 2005. അതായത് നിങ്ങൾ 31st March 2005 ശേഷം നിങ്ങൾ ഒരു പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യുന്നത് ഒരു മാനുഫാക്ചറിംഗ് അസസിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, മാനുഫാക്ചറിംഗ് അസസി ആയിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പവർ ജനറേഷൻ അസസി ആയിട്ടാണ് മേടിച്ചിട്ടില്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് 20% ഡിപ്രിസിയേഷൻ കൂടി ക്ലെയിം ചെയ്യാം. ഇതാണ് നമ്മൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ പഠിക്കുന്നത്. പക്ഷേ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി എൻ എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി. എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം. പറയുമ്പോൾ എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് വെച്ചാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന കാറ്റഗറിയിൽ എല്ലാ അസറ്റുകളെയും നമ്മൾ ഉൾപ്പെടുത്തത്തില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് സ്പെസിഫിക്കേഷൻ അവർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 32 സബ്സെക്ഷൻ 1 ക്ലോസ് ഇറ്റാലിക് 2A പ്രകാരം അഡീഷണൽ ആയിട്ട് 20% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി? വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷിപ്പ്, എയർക്രാഫ്റ്റ് ഒരിക്കലും ഒരു എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ല. അപ്പൊ നമ്മളെ ഹെഡിങ് ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഞാനത് വായിക്കാൻ വിട്ടുപോയി. എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി മീൻസ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ്, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കാറ്റഗറിയിൽ പെടില്ല. അപ്പൊ എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ പെടണമെങ്കിൽ എന്തായിരിക്കണം? ഈ പറയുന്ന കാര്യങ്ങൾ അല്ലാതിരിക്കണം. നെഗറ്റീവ് ലിസ്റ്റ് പോലെ നമ്മളങ്ങ് പറയാം. ഷിപ്പ് ആൻഡ് എയർക്രാഫ്റ്റ്. എടാ, വെള്ളത്തിൽ കൂടെ പോകുന്ന വണ്ടികളും പറ്റില്ല, ആകാശത്തു കൂടെ പോകുന്ന വണ്ടികളും പറ്റില്ല. അപ്പൊ ഷിപ്പും എയർക്രാഫ്റ്റും എന്തല്ല? എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ല. എന്ന് വെച്ചാൽ അതിന് അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ്, ഓഫീസ് അപ്ലയൻസസ് ഓർ റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. ഓഫീസിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വരില്ല. അപ്പൊ സാറേ ഓഫീസ് തന്നെയല്ലേ ബിസിനസ്? അല്ല. ബിസിനസ്സിൽ ഈ പറയുന്ന അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഇത് ഫാക്ടറിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. എന്ന് വെച്ചാൽ എവിടെയാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ ഓഫീസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസും ആയിരിക്കാൻ പാടില്ല, വണ്ടികളായിരിക്കാൻ പാടില്ല, വാഹനങ്ങളായിരിക്കാൻ പാടില്ല, അവിടെയും നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കൂടെ എനി പ്ലാന്റ് ഓർ മെഷീനറി ബിഫോർ ഇൻസ്റ്റാളേഷൻ ബൈ അസസി യൂസ്ഡ് ഇൻ എനി അതർ പേഴ്സൺ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആവാൻ പാടില്ല. സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആവാൻ പാടില്ല. ക്ലിയർ ആണോ?
അപ്പൊ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഉപയോഗിച്ചതോ ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി ആവരുത്. ഇന്ത്യക്ക് അകത്ത് ഉപയോഗിച്ചതായിക്കോട്ടെ, ഇന്ത്യക്ക് പുറത്ത് ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തായിക്കോട്ടെ, രണ്ടിനും അഡീഷണൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ഇൻ എനി ഓഫീസ് ഓർ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഓർ അക്കോമഡേഷൻ ഇൻ ദ നേച്ചർ ഓഫ് ഗസ്റ്റ് ഹൗസ്. ഇനി ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഗസ്റ്റ് ഹൗസിലാണ്, അല്ലെങ്കിൽ അക്കോമഡേഷൻ ഇൻ ദ നേച്ചർ ഓഫ് ഗസ്റ്റ് ഹൗസ്, അല്ലെങ്കിൽ അക്കോമഡേഷൻ ഇൻ ദ നേച്ചർ ഓഫ് നോർമൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആയിട്ടാണ് നിങ്ങൾ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഈ പറയുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്ലേസ് എവിടെയാണ്? ഫാക്ടറിക്ക് അകത്താണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, എനി പ്ലാന്റ് ആൻഡ് മെഷീനറി വിച്ച് all of actual cost is allowed as a deduction by way of depreciation or otherwise in computing income under the other head. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എടാ, നിങ്ങൾ ഓൾറെഡി ഡിപ്രിസിയേഷൻ വേറെ ഏതെങ്കിലും സെക്ഷൻ പ്രകാരം ക്ലെയിം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പറയാനുള്ള കൃത്യമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയാൻ കാരണം 35 AD നമുക്ക് പഠിക്കാനുണ്ട്, സെക്ഷൻ 35 നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെയൊക്കെ നമ്മളൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു ക്യാപിറ്റൽ നാച്ചുറൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 100% ഡിഡക്ഷനും ഇനീഷ്യൽ അസസ്മെന്റ് ഇയർ തന്നെ ക്ലെയിം ചെയ്യാം. എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ട് അതേ അസറ്റിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ? അതുകൊണ്ട് തന്നെ അതിന് അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? അപ്പൊ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഷിപ്പ്, എയർക്രാഫ്റ്റിന് മുകളിൽ നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഓഫീസ് അപ്ലയൻസസ് ഓർ റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന് മുകളിൽ നമുക്ക് പറ്റത്തില്ല. എനി പ്ലാന്റ് ആൻഡ് മെഷീനറി ബിഫോർ ഇൻസ്റ്റാളേഷൻ ബൈ അസസി യൂസ്ഡ് ബൈ എനി അതർ പേഴ്സൺ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ പറ്റത്തില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ഇൻ എനി ഓഫീസ് ഓർ പ്രിമൈസസ് ഓർ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഓർ അക്കോമഡേഷൻ ഇൻ ദ നേച്ചർ ഓഫ് ഗസ്റ്റ് ഹൗസ് പറ്റത്തില്ല. എനി പ്ലാന്റ് ആൻഡ് മെഷീനറി ഫോർ which all of actual cost is allowed as a deduction by way of depreciation or otherwise in computing income under business head. ബിസിനസ് ഹെഡിൽ മറ്റേതെങ്കിലും ഹെഡിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% ആണ്. റേറ്റ് ഓഫ് അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% ആണ് ഫോർ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി. ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മുകളിൽ നമുക്ക് എത്ര ക്ലെയിം ചെയ്യാം? 20% അഡീഷണൽ ആയിട്ട് ക്ലെയിം ചെയ്യാം. എന്ന് വെച്ചാൽ ജനറൽ റേറ്റ് ആയിട്ടുള്ള 15% പുറമെ നമുക്ക് എത്ര ക്ലെയിം ചെയ്യാം? 20% അഡീഷണൽ ആയിട്ട് ക്ലെയിം ചെയ്യാം. ക്ലിയർ ആണോ മക്കളെ? മനസ്സിലായിട്ടുണ്ടോ? ഇഫ് ഇൻ ദ ഇയർ ഓഫ് അക്യൂസിഷൻ is put into use less than 180 days, then rate will be 10%. Balance 50% of additional depreciation would be allowable in subsequent assessment year. Additional depreciation is available only in the year in which new plant and machinery first put into use. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% ആണ്, നമുക്കറിയാം. പക്ഷേ ഇത് അസറ്റ് പർച്ചേസ് ചെയ്ത് പുട്ടിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ലെസ് ദാൻ 180 ഡേയ്സിൽ താഴെയാണ്. അപ്പൊ സാറേ 180 ദിവസത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് നോർമൽ ഡിപ്രിസിയേഷൻ പകുതിയാണ് എടുക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അഡീഷണൽ ഡിപ്രിസിയേഷൻ നമുക്ക് പകുതിയാണ് എടുക്കാൻ പറ്റുക. പക്ഷെ ഒറ്റ തവണ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 10%, ഇപ്പൊ 20% അഡീഷണൽ ഡിപ്രിസിയേഷൻ, 10% നമുക്ക് ഏത് വർഷമാണോ ഈ അസറ്റ് പർച്ചേസ് ചെയ്ത് പുട്ടിട്ട് യൂസ് ചെയ്യുന്നത് ആ വർഷം നമുക്ക് ക്ലെയിം ചെയ്യാം. അഡീഷണൽ ആയിട്ട് ബാലൻസ് വരുന്ന 10% സബ്സീക്വന്റ് ഇയറിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. ക്ലിയർ ആണോ? ബാലൻസ് ഉള്ള 10% നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത വർഷം ക്ലെയിം ചെയ്യാം. കൂടാതെ ഇത് എപ്പോഴേ പറ്റുള്ളൂ? വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. അഡീഷണൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതിന്റെ മുകളിൽ നമുക്ക് ഒരൊറ്റ തവണ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാ വർഷവും നമുക്കിത് ക്ലെയിം ചെയ്യാനൊന്നും പറ്റത്തില്ല. ശ്രദ്ധിച്ചോളൂ. അഡീഷണൽ ഡിപ്രിസിയേഷൻ ഈസ് അവൈലബിൾ ഓൺലി ഇൻ ദ ഇയർ ഇൻ വിച്ച് ദ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ഫസ്റ്റ് പുട്ട് ടു യൂസ്. ആദ്യമായിട്ട് പർച്ചേസ് ചെയ്ത് പുട്ടിട്ട് യൂസ് ചെയ്യുന്ന അസറ്റിന്റെ മുകളിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് 20% ക്ലെയിം ചെയ്യാം. ക്ലിയർ? പക്ക അഡീഷണൽ ഡിപ്രിസിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നോർമൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ്. അതിൽ എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി മാനുഫാക്ചറിങ് അസസിയോ അല്ലെങ്കിൽ പവർ ജനറേഷൻ അസസിയോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എക്സ്ക്ലൂഷൻ നമ്മളോട് പറഞ്ഞു. അതല്ലാത്ത പ്ലാന്റ് ആൻഡ് മെഷീനറീസ് വന്നു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് 20% നമുക്ക് ക്ലെയിം ചെയ്യാം. ആ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് പ്രകാരം 20% നമുക്ക് ക്ലെയിം ചെയ്യാം. അത് 180 ദിവസത്തിൽ താഴെയാണെങ്കിൽ
ഹാഫ് റേറ്റ് എന്ന് വെച്ചാൽ 20%, 10% നമുക്ക് ക്ലെയിം ചെയ്യാം. ബാലൻസ് 10% സബ്സിക്വന്റ് ഇയറിൽ ക്ലെയിം ചെയ്യാം. ഒറ്റ തവണ മാത്രമേ ക്ലെയിം ചെയ്യാവൂ. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? പക്ക ക്ലിയർ ആണല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഓക്കെ, ഒന്ന് വായിക്കൂ.